ശരി സാജിദ്, വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഇന്നലെ ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് തമ്പിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. സഫ്വാൻ VP വിശദാംശം നൽകും. സഫ്വാനിലേക്ക് വരാം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ അറിയണം. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ആനന്ദ് കെ തമ്പി RSS പ്രവർത്തകൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ മനോവിഷമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം പുറത്തേക്ക് ഇറക്കും. സഫ്വാൻ VP ഉണ്ട്. സഫ്വാൻ, മൃതദേഹം ഏറ്റുവാങ്ങാൻ സ്വാഭാവികമായും ബന്ധുക്കൾ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് BJP നേതാക്കളൊക്കെ അവിടെ ഉണ്ടോ? എന്താണ് സംശയം? സൈഫുദ്ദീൻ RSS പ്രവർത്തകരടക്കം ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇന്നലെ മുതൽ ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം രാവിലെ ഒരു 9:30 തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അത് പൂർത്തിയായ ശേഷമാണ് അല്പം മുമ്പ് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് മാറ്റും. വീട്ടിൽ പൊതുദർശനമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം 3:30 പൂത്തൻകോട്ട ശ്മശാനത്തിലാണ് ഈ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഇപ്പോൾ ഏതായാലും മൃതദേഹം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഈ മരണം സംഭവിച്ചതിനുടനെ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. RSS പ്രവർത്തകരടക്കം BJP പ്രവർത്തകരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റുവാങ്ങിയതും ഈ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു. അർത്ഥത്തിൽ വലിയ പ്രവർത്തകർ തന്നെ ഈ മൃതദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ, ഇന്നലെ സുഹൃത്തുക്കൾക്ക് അയച്ച മൊഴിയിലാണെങ്കിലും ഇന്ന് രാവിലെ നമ്മളടക്കം പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിലാണെങ്കിലും ഈ എന്ത് പറഞ്ഞിരുന്നത് താൻ സജീവ RSS പ്രവർത്തകനായിരുന്നു. ഈ കേവലം സീറ്റ് കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം വിമത സ്ഥാനാർത്ഥി ആയ സന്ദർഭത്തിൽ സമ്മർദ്ദത്തിലുണ്ടായ ഒരു ഭീഷണിയാണ് ഈ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ജീവനൊടുക്കാൻ കാരണമായെന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പ്രത്യാശകൾ, ഇദ്ദേഹം RSS കാരനല്ല അല്ലെങ്കിൽ സജീവ BJP പ്രവർത്തകരല്ല എന്നൊക്കെ തരത്തിലുള്ള BJP നേതൃത്വത്തിൻ്റെ പ്രതിരോധത്തെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോ സന്ദേശങ്ങളും മൊഴിയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും മൃതദേഹം ഇപ്പോൾ ഈ SK ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. അവിടെ നിന്ന് അല്പസമയത്തിന് ശേഷം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. ഇതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. വീട്ടിലും പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൈഫു.